പലരും പല വീഡിയോസിൽ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ വാഹനത്തിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിരിക്കുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. അതായത് 3 ബ്ലൈൻഡ് സ്പോട്ട് മിററുകളാണ്. 3 അല്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല പ്രോഡക്റ്റാണെന്ന് എനിക്ക് തോന്നിയ 3 പ്രോഡക്റ്റാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്ന് പിന്നെ അൺബോക്സ് ചെയ്തില്ല. ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഞാൻ കാണിച്ചു തരാം. കുറച്ച് ചങ്കിയാണ്, അത് കുറച്ച് വലിയൊരു സൈസാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മിറേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും വരുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചേക്കാം. 3R എന്നുള്ള സെയിം പേര് വരുന്ന മോഡലാണ്. ഇത് ചാത്തനാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ആരും മേടിക്കരുത്. ഇത് ഒറിജിനലാണ് ഇതിൻ്റെ വരുന്നത്. ഈ ഒരു ടൈപ്പ് 3Rൻ്റെ കിട്ടും ഇല്ലെന്നല്ല, പക്ഷേ അത് അത്യാവശ്യം പ്രൈസ്ഡ് ആണ്. ഈ ഒരു മോഡൽ അതിലും പ്രൈസ്ഡ് ആണ്. ഇതിൻ്റെ ഗുണം ഇതും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഇതാണ്. കാരണം ഇതിൻ്റെ ഗ്ലാസ് വൈഡറാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. 1 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു പ്രോഡക്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ വാഹനത്തിലിരിക്കുന്ന നല്ല കിടിലനായിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഈ 2 ചെറിയ കുഞ്ഞൻ ഐറ്റംസ് ഞാനൊന്ന് കാണിച്ചാൽ ഇത് പലരും വെച്ചിട്ടുണ്ടായിരിക്കും ഗ്ലാസ്. പക്ഷേ ഈ ടൈപ്പ് മോഡൽസൊക്കെ ഗ്ലാസ്സിൽ വെക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ സജഷൻ നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ വ്യൂ തടസ്സപ്പെടുത്തുകയാണ്. ഈ ഒരു ഭാഗം വൈഡായിട്ട് കാണുന്നുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് മറിക്കുന്നുണ്ട്, ഇതൊക്കെ സമ്മതിക്കാം. പക്ഷേ നമുക്ക് ആ ഗ്ലാസിൻ്റെ ഭാഗം മറിഞ്ഞു പോവുകയാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. അൺബോക്സ് ചെയ്യാണ്. യെസ്, അപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വൈഡ് ആംഗിൾ. യെസ്, അത്യാവശ്യം വൈഡ് ആംഗിളാണ്. ഇത് നമ്മൾ ഗ്ലാസ്സിലോട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മളത് ഈ ഒരു പോർഷനിലൊക്കെ ആയിരിക്കും ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന കുഴപ്പം എന്താണെന്നുള്ള ആദ്യം നമുക്ക് കുഴപ്പത്തിനെക്കുറിച്ച് ചിന്തിക്കാം. എന്താണ് കുഴപ്പം വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഏരിയ നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുത്തുകയാണ്. വൈഡായിട്ട് കാണിക്കുമെങ്കിൽ പോലും വൈഡായിട്ട് കാണുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? സൈസ് ചെറുതാകുകയാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് വൈഡായിട്ടൊക്കെ കിട്ടും, സമ്മതിച്ചു. പക്ഷേ ആ ഒരു ഏരിയ, അതായത് ഈ ഒരു ഗ്ലാസിൻ്റെ ഇത്രയും പോർഷൻ്റെ വ്യൂ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അവിടെ കൂടുതൽ വ്യൂ കിട്ടത്തില്ല എന്ന് ചോദിച്ചാൽ ചെറിയ സൈസിലുള്ള വ്യൂവേ നമുക്ക് കിട്ടുള്ളൂ. ഒരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും കാണാൻ കൊള്ളാം, പ്രൈസും കുറവാണ്. ആവശ്യമുള്ളവർക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും. ഇനി അടുത്തൊന്ന് പെട്ടെന്ന് നോക്കിയാലോ. അടുത്ത് വരുന്ന ഈ ഒരു മോഡൽ നോക്കിയല്ലേ, ഇവൻ കുറച്ചുകൂടെ നല്ലൊരു മോഡലാണ്. അതായത് ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് 360 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മിറേഴ്സിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് 360 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെവിടെ സ്റ്റിക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഒട്ടിക്കാം. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാലുള്ള ഗുണം ബാക്ക് കുറച്ചുകൂടെ വൈഡായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇവിടെയും ഇത്രയും ഭാഗം മറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ പില്ലറിൻ്റെ പോർഷനിൽ വയ്ക്കാം, ഗ്ലാസ്സിൽ വയ്ക്കാം, ഇൻസൈഡ് മിററിലും വയ്ക്കാൻ സാധിക്കും. അതായത് നമുക്കപ്പം ഇൻസൈഡ് മിററിൽ കുറച്ച് വൈഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേണ്ടേ, കണ്ടോ, നല്ല വൈഡറായിട്ട് ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് ഫുള്ള് കാണാൻ പറ്റില്ല. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ബാക്ക് ഫുള്ള് വൈഡറായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. എന്നിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു സൈസിലോട്ട് സെറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, കിടുവല്ലേ. അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിൽ ഈ ഒരു പോർഷനിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാലും ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പലരും പല വീഡിയോസിൽ എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ വാഹനത്തിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. വാഹനം കഴിയിട്ടില്ല, കുറച്ച് നേരം ലോങ് ഡ്രൈവൊക്കെ ആയിരുന്നു. അപ്പം ഈ ഗ്ലാസ് കൊടുത്തിരിക്കുന്നതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയെന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലെ വാഹനം വരുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ അവർക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും വീഴാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് നോക്കി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗ്ലാസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. 360 ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ഈ കൊടുത്തിരിക്കുന്ന ഐറ്റം. ഇത് കൃത്യം 1 വർഷത്തിൻ്റെ മേളിലായി, 1.5 വർഷത്തോളം ആകാറായെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു പ്രോഡക്റ്റ് പക്ഷേ കിടുവാണ്. ഇത് കുറച്ച് പ്രൈസ്ഡ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. 1000 രൂപ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. 1000 രൂപ മുടക്കിയാലും വെർത്താണ്. കാരണം ഒരു പെയറാണ് കിട്ടുന്നത്, റൈറ്റും ലെഫ്റ്റും ഒരു പെയറാണ് വരുന്നത്. മുടക്കിയാലും നഷ്ടമില്ല. കാരണം ഈ ഒരു സൈഡ് നമുക്ക് ഈ താഴത്തെ, അതായത് ഈ റണ്ണിങ് ബോർഡും ബാക്കിലത്തെ ടയറും വരെ നമുക്കിത് സെറ്റ് ചെയ്ത് കാണാൻ പറ്റും ഈ ഒരു ചെറിയ പോർഷനിൽ. എന്നാൽ ഇതിലാണെങ്കിൽ നമുക്ക് വൈഡറായിട്ട്, അതായത് ഈ ഒരു ഏരിയ നമുക്ക് ഈ ഗ്ലാസ്സിലാകപ്പാടെ നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ ഇത്ര പോർഷനേ ഉള്ളൂ. ഇങ്ങോട്ട് ബ്ലൈൻഡ് സ്പോട്ടാണ്. ഈ ബ്ലൈൻഡ് സ്പോട്ട് ഫുള്ള് കവറാവുകയും ചെയ്യും, നല്ലൊരു വൈഡ് ഏരിയയും കിട്ടുകയും ചെയ്യും. അതായത് ആ ഒരു സൈഡിൽ നിന്നൊക്കെ വാഹനം വന്നാൽ പോലും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഗ്ലാസ്സിനകത്ത് കാണാൻ സാധിക്കും. അത് ചെറിയൊരു കാര്യമോ നല്ലൊരു വലിയ കാര്യം തന്നെയാണ്. ഏതായാലും സംഗതി അടിപൊളിയാണ്. ഞാനിപ്പോൾ ഈ കാണിച്ച 3 പ്രോഡക്റ്റിൽ ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലൊരു മെസ്സേജ് ഇടുക. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും.